അപകടമുനമ്പായി കാർവാർ മുതൽ കുട്ടം വരെയുള്ള ദേശീയപാത കുന്നിടിച്ചുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം ഇതുവഴിയുള്ള യാത്ര ജീവൻ പണയം വെച്ചാണ്. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ ഷിരൂർ വഴിയുള്ള യാത്ര ഇപ്പോഴും ഭീതിയോടെയാണ്. മുംബൈ കന്യാകുമാരി ദേശീയപാതയിൽ NH-66 ഷിരൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ദേശീയപാത എത്രത്തോളം അപകടകരമാണെന്ന്. പല ഇടങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നു. കൂറ്റൻ പാറകൾ ഈ റോഡിലേക്ക് തള്ളി നിൽക്കുന്നു. ഇത് ഈ ദേശീയപാതയോട് തൊട്ടടുത്തായി നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഷിരൂർ ദുരന്തമുണ്ടായ ആ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ഗംഗാവലിപ്പുഴ. ഗംഗാവലിപ്പുഴയ്ക്ക് തൊട്ട് സമീപത്ത് ഇപ്പോഴും അപകട ഭീഷണി ഉയർത്തുന്ന ആ മണ്ണിടിച്ചിൽ നടന്ന ആ സ്ഥലത്തിന് സമീപത്തോട് ദേശീയപാത കടന്നു പോകുന്നു. വലിയ തോതിൽ മണ്ണുകൾ അത്തരത്തിൽ ഇളകി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ ഏത് ത്തിലാണോ അപകടം നടന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പലയിടങ്ങളിലും മണ്ണ് ഉതിർന്ന് വീഴുന്നതും കാണാം. പലയിടങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ പോലും രൂപപ്പെട്ട നിലയിലാണുള്ളത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ദേശീയപാത NH-66 66 ഒരു അവസ്ഥയാണിത്. ഇപ്പോൾ ആ ഡിവൈഡർ കാണാം നമുക്ക്. ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ചെറിയ തോതിൽ ഡിവൈഡർ സ്ഥാപിച്ചു. ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതും കാണാം. പുഴയിലെ അതേ അവസ്ഥ തന്നെ. ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ ഭിത്തികളൊന്നും ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിട്ടില്ല. അത്രത്തോളം ഭീകരാവസ്ഥയിലാണ് ഇപ്പോൾ ഇതുവഴി ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. രാത്രിയായാൽ വെളിച്ചം പോലും ഇവിടെയുള്ള അത്തരത്തിൽ ഒരു വെളിച്ചം പോലും സ്ഥാപിക്കാത്തൊരു സ്ഥലം. കുന്ന് ഇടിഞ്ഞ് നിൽക്കുന്നു. മണ്ണ് ഇടിഞ്ഞ് വീഴാൻ പാകത്തിൽ മുകളിൽ നിന്നും അപകടകരമാം വിധം ആ പാറക്കൂട്ടങ്ങൾ തള്ളി നിൽക്കുന്നതും കാണാം. എന്തായാലും ഒരു വലിയ ദുരന്തമുണ്ടായ ഒരു പ്രദേശമാണിത്. ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളും. ഇത് ഏതെങ്കിലും തരത്തിൽ സുരക്ഷ ഒരുക്കാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരം. ചെറിയ മഴ പെയ്താൽ മതി, അപ്പോഴേക്കും വലിയ തോതിൽ ഇവിടെ നിന്നും വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെടാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങളിലെ മുകളിലോട്ട് പോയാൽ മുകൾ ഭാഗത്ത് ഒരു തടാകം രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആ തടാകത്തിൽ വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. തടാകം പോലെ രൂപപ്പെട്ടിരിക്കുന്നു. അത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പ്രദേശത്താണ് അർജുന്റെ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നും പാർക്ക് ചെയ്ത ലോറിയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ കല്ലും മണ്ണും ഇത്തരത്തിൽ ഇടിഞ്ഞ് ഈ ഗംഗാവലി പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ കൂറ്റൻ പാറകളൊക്കെ തള്ളി നിൽക്കുന്നത് കാണാം. ദേശീയപാതയോട് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ പ്രദേശത്തിന് സമീപത്തായി തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണും ഇതൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ആ ദേശീയപാതയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വാഹനങ്ങൾ ഓരോ മിനിറ്റിലും വാഹനങ്ങൾ കടന്നു പോകുന്നു. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നു. മുംബൈയിൽ ഉൾപ്പെടെയുള്ള ബസ്സുകൾ കടന്നു പോകുന്നത് ഇതുവഴിയാണ്. എന്തായാലും ഈ ഭാഗങ്ങൾ വലിയ തോതിൽ മതിൽ കെട്ടി ഇത്തരത്തിൽ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. അതിന് എന്തെങ്കിലും നടപടിയെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഗംഗാവലി പുഴ കാണാം. ഇപ്പോഴും അതിന്റെ കരകളിലൊക്കെ ആ അപകട അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. വലിയ തോതിൽ അപകടം നടന്ന ആ പ്രദേശം ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെ. വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുന്നു. രാത്രിയായാൽ വെളിച്ചം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. എന്നാലും ആ ഒരു ആശങ്കയോടുകൂടിയാണ് കൊങ്കൺ മേഖലയിലെ ഈ റോഡ് ദേശീയപാത എന്ന് വേണം പറയാൻ. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ച് ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണം നടത്തിയത് തന്നെയാണ് അപകടത്തിന് കാരണം. മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. ഏതവസ്ഥയിലാണോ 2 മാസം മുൻപ് വലിയ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഈ പ്രദേശമുണ്ടായത്, അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും ദുഃഖകരം. എന്തായാലും ഇതിന് ഒരു അപകടാവസ്ഥ അത് പരിഹരിക്കണം. ഇതുവഴി പോകുന്ന വാഹന യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണം. നിരവധി ലോറികളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ദൃശ്യങ്ങൾ തന്നെ പറയും എത്രത്തോളം അപകടകരമാണ് ഇതുവഴിയുള്ള യാത്ര എന്ന്. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KB ബൈജു, News 18 ശിരൂർ. KB ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.